ഇപ്പോൾ ആനി രാജ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ തത്സമയം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആനി രാജ ഡൽഹിയിലെ സാംസ്കാരിക കൂട്ടായ്മകളിൽ നിറസാന്നിധ്യമായി നിന്ന ഒരു പ്രതിഭയാണ് വിട പറഞ്ഞു പോകുന്നത്. പ്രളയം, തേവരുടെ ആന, കള്ളൻ കയറിയ വീട് പോലുള്ള നോവലുകൾ. ഏറ്റവും ശ്രദ്ധേയമായി നമ്മൾ എടുത്തു കാട്ടേണ്ടത് നാടകങ്ങൾ തന്നെയാണ്. 80-ലധികം നാടകങ്ങൾ. ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു, പ്രളയം പോലുള്ള നാടകങ്ങൾ. അതിനെല്ലാം ഉപരി താങ്കൾക്കൊക്കെ വ്യക്തിപരമായുള്ള സൗഹൃദം കൂടിയുണ്ട് എന്നുള്ള കാര്യം അറിയാം. എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ ഓർക്കുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. ഓംചേരി കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബം കേരളത്തിൻ്റെ സംസ്കാരത്തെയും കേരളത്തിൻ്റെ ഭാഷയെയും കേരളത്തനിമയെയും ഒക്കെ തന്നെ ഡൽഹിയിലും അതുപോലെ തന്നെ ആഗോളതലത്തിൽ, ഡൽഹി എന്ന് പറയുമ്പോൾ ഒരുപാട് മറ്റ് രാജ്യങ്ങളുടെ എംബസികളും ഒക്കെയുള്ള ഒരു ഇടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തനിമയെ ആഗോളതലത്തിൽ പല വിധത്തിലും കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ശ്രീ ഓംചേരി എന്നുള്ളത് എടുത്തു പറയേണ്ട. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ അദ്ദേഹം ഡൽഹിയിൽ വന്നത് തന്നെ കേരളത്തെയും കൂടി ഡൽഹിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. താങ്കൾ സൂചിപ്പിച്ച് നിറസാന്നിധ്യമായിരുന്ന സാംസ്കാരിക കൂട്ടായ്മയിൽ എന്ന് പറയുമ്പോൾ അത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ ഈ ഡൽഹിയിലുള്ള മലയാളി സമൂഹത്തിന് കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ അതിനോടൊപ്പം നിന്ന് സംഘാടകനായി നിന്നുകൊണ്ട് ഒരു ജീവിതം മുഴുവനും നമ്മുടെ സംസ്കാരത്തിനും കേരളത്തിൻ്റെ സംസ്കാരത്തിനും ഒക്കെ തന്നെ വേണ്ടി ആ ജീവിതം ഒഴിഞ്ഞുവെച്ച ജീവിതമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് കേരളത്തിലെ മലയാളി കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വളരെ ചെറിയ ചിലവിൽ വിദ്യാഭ്യാസം സാധ്യമാക്കുന്നതിന് വേണ്ടി കേരള സ്കൂളുകൾ ഈ ഡൽഹിയിൽ പല സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഡൽഹിയിലിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 6ഓളം കേരള സ്കൂളുകളാണുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ആ കാലത്ത് ആദ്യകാലത്തൊക്കെ അതൊക്കെ തുടങ്ങുന്നതിനും അത്തരമൊരു വിഷനോടെ, അത്തരമൊരു കാഴ്ചപ്പാടോടെ അതിലെല്ലാം മുൻകൈ എടുക്കുകയും അത്തരം സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതിനാവശ്യമായുള്ള പ്രവർത്തനങ്ങൾ ബന്ധപ്പെടേണ്ടവരോടൊക്കെ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആ സ്ഥാപനങ്ങൾ, അതുപോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ തന്നെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ശ്രീ ഓംചേരിയുടേത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വിയോഗമെന്ന് പറയുന്നത് കേരളീയരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച്, കേരള സംസ്കാരത്തെയും ഭാഷയെയും ഒക്കെ തന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ നാടകത്തിൽ അങ്ങ് അഭിനയിച്ചു? തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ത്തിൻ്റെ നാടകത്തിൽ അഭിനയിച്ചു എന്ന് പറയുമ്പോൾ അതാണ് ഈ കേരളപ്പിറവി ഡൽഹിയിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ്, സാംസ്കാരിക പരിപാടികൾ അതുപോലെ മറ്റ് പരിപാടികളോടെ സംഘടിപ്പിക്കുകയാണ്. ആ കേരളപ്പിറവിയെ ഡൽഹിയിലെ മുഴുവൻ, ആ കേരളപ്പിറവി ആഘോഷത്തിലേക്ക് ഡൽഹിയിലെ മുഴുവൻ കേരളീയരെയും ഒരു ആകർഷിക്കുന്ന ഒരു വലിയ കേന്ദ്ര ബിന്ദുവായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാടകത്തിൽ ഭാഗമാകാൻ സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിനപ്പുറത്തേക്ക് എനിക്ക് വേറൊന്ന് പറയാനുണ്ട്. ഞാൻ ഡൽഹിയിൽ ഞങ്ങളുടെ ജീവിതം തുടങ്ങുമ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ സഹായമെന്ന് പറഞ്ഞാൽ അന്ന് കാനിങ് റോഡിലെ കേരള സ്കൂളിൽ ഒരു അധ്യാപികയുടെ താൽക്കാലിക ഒഴിവിലേക്ക്, ഞാൻ എൻ്റെ BEd എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ എന്നെ അങ്ങോട്ടേക്ക് ആ ജോലിയിൽ എനിക്ക് ഒരു ഇടം തരികയും അത് ഞങ്ങളുടെ കുടുംബത്തെ ഒരു വലിയ തോതിൽ അദ്ദേഹം ഇൻഡയറക്റ്റ്ലി ഹെൽപ്പ് ചെയ്യുകയുമായിരുന്നു. അതൊന്നും അത്തരത്തിൽ ഒരുപാട് മനുഷ്യർക്ക്, എനിക്ക് എൻ്റെ കാര്യം ഞാൻ എല്ലാം ഇപ്പോൾ തുറന്നു പറയുകയാണ്, ആ സമയത്ത് ഞങ്ങളെ സംബന്ധിച്ച് അതൊക്കെ ഏറ്റവും വലിയ സഹായമായിരുന്നു. അതുപോലെ അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് അത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നാടകത്തിൽ അഭിനയിച്ചു എന്ന് മാത്രമല്ല, എൻ്റെ ജീവിതം തന്നെ ഡൽഹിയിൽ കരുപ്പിടിപ്പിക്കുന്നതിന് കൂടി അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ അവസരത്തിൽ. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആനി രാജ നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു. പ്രശസ്ത സാഹിത്യകാരനും നാടകാചാര്യനുമായിരുന്ന പ്രൊഫസർ ഓംചേരി NN പിള്ള ഓർമ്മയായിരിക്കുന്നു. അദ്ദേഹത്തിന് 102 വയസ്സായിരുന്നു.
നേരത്തെ ആനി രാജ ചൂണ്ടിക്കാട്ടിയതുപോലെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സംഭാവനകൾ എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് ആ സാഹിത്യ മേഖലയിൽ അതിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ പ്രധാനമാണ്. 1963 എക്സ്പെരിമെൻ്റൽ തിയേറ്റർ രൂപീകരിക്കുന്നു. ചെരുപ്പ് കടിക്കില്ല എന്ന നാടകത്തിൽ നടൻ മധുവും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ ഈ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളൊക്കെ അഭിനയിക്കുന്നത്, അവരൊക്കെ അതിൻ്റെ ഭാഗമാകുന്നതൊക്കെ ഒരു കാലത്ത് സജീവമായി കണ്ടിരുന്നതാണ്. ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്ന എ.കെ.ജിയുടെ പ്രേരണയിലാണ് ആദ്യ നാടകം അദ്ദേഹം രചിക്കുന്നത്. ഈ വെളിച്ചം നിങ്ങളുടേതാകുന്നു എന്ന നാടകത്തിൽ അഭിനയിച്ചത് MP-മാരായിരുന്ന കെ സി ജോർജ്, പി ടി പുന്നൂസ്, ഇമ്പിച്ചി ബാവ, VP നായർ തുടങ്ങിയവരൊക്കെയായിരുന്നു. അങ്ങനെ ഡൽഹിയിലെ ഒരു വളരെ സജീവമായി അവിടുത്തെ സാംസ്കാരിക അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു പ്രതിഭയാണ് നമ്മളെ വിട്ടുപോകുന്നത്. 1924 വൈക്കം ഓംചേരി വീട്ടിൽ നാരായണപിള്ളയുടെയും പാപ്പിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കുന്നത്. ആദ്യകാലത്ത് അദ്ദേഹത്തിന് കവിതകളോടായിരുന്നു താല്പര്യം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ആദ്യകാലത്ത് അങ്ങനെ കവിതകൾ എഴുതിയാണ് അദ്ദേഹം തുടങ്ങുന്നത്. പിന്നീട് അദ്ദേഹം നാടകത്തിലേക്ക് തിരിയുകയായിരുന്നു. അതിൽ തന്നെ നേരത്തെ ബൽറാം ചൂണ്ടിക്കാട്ടിയതുപോലെ 80ഓളം നാടകങ്ങൾ, ശ്രദ്ധേയമായി നമ്മൾ എടുത്തു പറയേണ്ട ചില നാടകങ്ങൾ അതിൽ ഉൾപ്പെടുകയാണ്. 1951 ഡൽഹി ആകാശവാണിയിൽ മലയാളം വാർത്താ വിഭാഗത്തിൽ ജീവനക്കാരനായി ഡൽഹിയിൽ അദ്ദേഹം എത്തുകയായിരുന്നു.